ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് മുതുവറ മഹാദേവ ക്ഷേത്രത്തിലത്തെ സപ്താഹവായനോടനുബന്ധിച്ചുള്ള അന്നദാനം കഴിക്കാൻ പോയാലോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വഴി. സത്യം പറഞ്ഞ ഇതൊരു കുന്നാട്ടാ. ഈ കുന്ന് ഇറങ്ങി ചെല്ലണം മെയിൻ റോഡിലേക്ക്. അതൊരു ടാസ്ക് പിടിച്ച പണിയാണ്. മെയിൻ റോഡിൽ നിന്ന് അധികം ഇല്ല കേട്ടോ അമ്പലത്തിലേക്ക്. ഞാനും ചേച്ചിയായിട്ടാട്ടോ പോണത്. ദേവന നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ സിറ്റി. ഇവിടെ നിന്നൊന്ന് ക്രോസ് ചെയ്ത് കിടക്കാനായിട്ടേ നല്ല പാടുപെടും കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിട്ടാ. സത്യം പറഞ്ഞ കല്യാണത്തിന് മുന്നുള്ള ഒട്ടുമിക്ക അമ്പലത്തിലെ ഊട്ടിന് അമ്മയും കൂടി പോവാറുണ്ട് കേട്ടാ. പക്ഷെ ഉണ്ണി ആയതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഊട്ടിനും പോയിട്ടില്ല. അതിൻ്റെ ക്ഷീണം ഇട്ടാ ഞാൻ ഇന്ന് തീർക്കാൻ പോണത്. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ചെല്ലണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്പലത്തിലെ പ്രസാദൂട്ടൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? ദേവേനാക്കിപ്പോൾ തന്നെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അവൻ അച്ഛനുള്ളതുകൊണ്ട് അവൻ അച്ചാച്ചൻ്റെ അടുത്ത് സെറ്റാണ് കേട്ടോ. പിന്നെ അധികം തിരക്കുണ്ടാവില്ല, വേഗം പോരാന്നൊക്കെയുള്ളൊരു കണക്ക് കൂട്ടലിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഈ അമ്പലം ഞാൻ അങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടില്ല കേട്ടോ. ആകെ 1-2 വട്ടമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിത് റോഡൊക്കെ ക്രോസ് ചെയ്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാ. വരി കണ്ടതോടുകൂടി ഞങ്ങളുടെ ബോധം പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി വരിയിൽ പോയി നിൽക്കാൻ നോക്കി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും വലിയവരും എല്ലാ കാറ്റഗറിയിലും പെണ്ണാൾക്കാരുകളും ഉണ്ടായിരുന്നു. ഞങ്ങളെ ദിവസമായതുകൊണ്ട് തന്നെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടാ. എന്തായാലും വന്നതല്ലേന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിന്നു കേട്ടാ. വരി ഇങ്ങനെ പതുക്കെയൊക്കെയാണ് നീങ്ങണുള്ളൂ. എന്നാലും ഞങ്ങളവിടെ നിന്നു. ഇതാണ് കേട്ടോ അമ്പലം. ഇവിടെ ശിവരാത്രിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പരിപാടീസാണ് കേട്ടോ ഉണ്ടാവാറ്. ഞാനിവിടേക്ക് വന്നതോടുകൂടിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനും മഹാവിഷ്ണുവാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കേണ്ട സ്ഥലം. അമ്പലത്തിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ പേടി ഇല്ലാതില്ല. നല്ല ഒത്തൊരാനയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടാകുന്ന ആനേനെ കാണാനായിട്ട്. പേരെന്താണാവോ, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ കുറച്ച് നേരം ആനേനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ആനപ്രാന്തൊന്നും ഇല്ല കേട്ടാ. പക്ഷെ ചിലരുണ്ട് ആനേനെ കാണുമ്പോഴേക്കും അതേത് ആന എന്നൊക്കെ പറയണവർ. അവരൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. ഭയങ്കര ഒരു കഴിവ് തന്നെയാണത് അല്ലേ. എനിക്കൊക്കെ എല്ലാവരും ഒരേപോലെയാണ്. ആ കഴിവ് അങ്ങോട്ട് ഇല്ല. അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ കണ്ടാൽ നന്നായി ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിരിക്കും കാണാൻ രസം, മാല ബൾബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ എന്താ പറയുക, ബലൂൺ കടക്കാരും ഐസ്ക്രീം കടക്കാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോണ വഴിക്ക് ദേവയ്ക്ക് ഒരു ബാറ്റും ഒരു ബോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം, എന്നെ കാണാണ്ട് എങ്ങാനും വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ അവൻ അതിൻ്റെ ഒരു കൂസലുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിത് വരി നീങ്ങി ഇവിടെ എത്തിയിട്ടാ. ആ കാണണതാണ് കേട്ടോ നമ്മുടെ റേഷൻ കട. വരി പതുക്കെ നീങ്ങണുള്ളൂ വെച്ചാലും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ കയറും കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒറ്റയടിക്ക് ഇവിടേക്ക് എത്തിയിട്ടാണ് നമ്മൾ. ഞാനങ്ങനെ ആകാശവും ഭൂമിയൊക്കെ നോക്കി നിന്ന് നേരം കളയാട്ടാ. മേഘമൊക്കെ കൂടുന്നുണ്ടായിരുന്നു, മഴ പെയ്യുമെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഇതാണ് കേട്ടോ നമ്മുടെ റേഷൻ കട. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് സൊസൈറ്റി ഉണ്ട് കേട്ടോ, പാല് സൊസൈറ്റി. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ പാലൊക്കെ മേടിക്കാറുള്ളത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ചോറ് കിട്ടിയിട്ടാ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച സാമ്പാറല്ലായിരുന്നു കേട്ടോ കറി. പകരം കായും ചേനയും വെള്ളരിക്കും ഒക്കെ ഇട്ട് വെച്ചൊരു മോര് കൂട്ടാനായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങാണ്ട് ഇഷ്ടമായില്ല. എന്നാലും കുറച്ച് ഞാൻ ദേവയ്ക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടി വയറ് നിറച്ച് അങ്ങോട്ട് ചോറുണ്ടു. എന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ട കാര്യമാണ്. ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചു. അല്ലാണ്ട് ആ കുന്ന് കയറി എങ്ങനെ പോകാനാ. ചോറുണ്ട് ടിശ്ശി അങ്ങോട്ട് വയ്യേ. അപ്പം നമ്മൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദേവയുടെ സിറ്റുവേഷൻ എന്തിട്ടാന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ആട്ടാ പറഞ്ഞത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുന്ന്. ഇതാണ് കുന്നിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇത് കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. മുകളിലാണ് കേട്ടോ നമ്മുടെ വീട്. ഞാനതൊക്കെ പിന്നെ ഒരു ബ്ലോഗിൽ കാണിച്ച് തരാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.